നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സാറിനെ ഇന്നലെ വിളിച്ചിരുന്നു. സ്വാതി എന്റെ കേസിന്റെ ഡീറ്റെയിൽസ് അയച്ചിരുന്നു. സ്വാതി, ഞാൻ വിളിച്ചപ്പോഴേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ 100% വിജയം പറയാൻ പറ്റില്ല. അതുമല്ല, നിങ്ങളുടെ കയ്യിൽ കാശും കുറവാ. സാർ, കാശ് കുറവാണ്, സമ്മതിച്ചു. പക്ഷെ പാവങ്ങൾക്ക് ഇവിടെ നീതി നിയമമൊക്കെ വേണ്ടേ സാർ? നീതിയും നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ സാങ്കേതികതയാ. എന്റെ കയ്യിൽ ഈ കേസ് നിൽക്കില്ല കുട്ടി. നല്ല എക്സ്പീരിയൻസ് ആയ അഡ്വക്കേറ്റ് തന്നെ വേണം. നിങ്ങൾ വക്കീലന്മാർ ഇങ്ങനെ പറഞ്ഞോ, അത് കഷ്ടമാണ് സാർ. സ്വാതിയുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കേസ് ഏറ്റെടുത്തതിനു ശേഷം തോറ്റുപോയാൽ അത് കഷ്ടമല്ലേ? സാർ, എങ്കിൽ സാറിന് വേറൊരു സഹായം ചെയ്യാമോ? ഈ കേസ് വാദിച്ച ജയിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു വക്കീലിനെ ശുപാർശ ചെയ്യാമോ? വക്കീലിന്റെ പേര് പറയാം, ശുപാർശയൊന്നും അവിടെ നടക്കില്ല. ആരാണ് സാർ ആ വക്കീൽ? അഡ്വക്കേറ്റ് അർജുൻ. ഞാൻ കേട്ടിട്ടുണ്ട്, അഡ്വക്കേറ്റ് അർജുൻ. പക്ഷേ എന്നെ പോലെ ഒരാള് നേരിട്ട് ചെന്നാ അദ്ദേഹം കേസ് എടുക്കോ? മെരിട്ട് നോക്കിയ അഡ്വക്കേറ്റ് അർജുൻ കേസ് എടുക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ദാ നിക്കയല്ലേ അർജുന്റെ ജൂനിയർ ജോർജ് കുട്ടി. ജോർജ് കുട്ടി. ഹലോ സാർ. ജോർജ് കുട്ടി, ഇത് സ്വാതി എന്റെ അടുത്തൊരു കേസുമായിട്ട് വന്നു. എന്റെ കയ്യിൽ കേസ് നിൽക്കില്ല. ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് അർജുനെ കാണാൻ. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. ജോർജ് കുട്ടി സാറേ, ഞാൻ കുട്ടി തുറന്നു പറയാം, ഇത് നടക്കില്ല. കുട്ടി മറ്റെന്തെങ്കിലും നോക്ക്. ഒന്നാമത് അർജുൻ സാർ വൈകാതെ അഡ്വക്കേറ്റ് പ്രൊഫഷൻ നിർത്തിയ, അതുകൊണ്ട് പുതിയ കേസൊന്നും എടുക്കേണ്ടെന്ന തീരുമാനം. പറ്റില്ല കുട്ടി. സർ, പ്ലീസ് സർ, എന്റെ ജീവിതം ഈ കേസിന്റെ വിജയത്തിലായിരിക്കുന്ന. എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ്. അർജുൻ സാറിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി കേസ് എടുക്കണം. കുട്ടി കരയാതിരിക്കൂ. സർ, സഹായിക്കണം സർ. പുതിയ കേസുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് വേറൊരു ജൂനിയറാ, സ്നേഹ. ഒന്ന് കണ്ടു നോക്ക്, ഞാൻ പരിചയപ്പെടുത്താം. പക്ഷേ പ്രതീക്ഷ വേണ്ട. ഞാൻ കാണാം സർ, എനിക്ക് കണ്ടേ പറ്റൂ. പറഞ്ഞില്ലേ, എന്റെ ജീവിതവും ജീവനൊക്കെ ഇരിക്കുന്നത് ഈ കേസിലാണ്. വരൂ.